ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹൈപ്പും ഒരു ലൈക്കും ഒക്കെ തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. ഇത്രയും നാളും ഒളിപ്പിച്ചു കൊണ്ടു നടന്ന ഒരു രഹസ്യം, നമ്മുടെ കഥയിൽ തുടക്കത്തിലേ ഉണ്ടായിരുന്ന ഒരു രഹസ്യം, നീലിമ എന്ന് പറയുന്ന രഹസ്യം, അത് തിരിച്ചറിയാൻ പോവുകയാണ് നമ്മുടെ സച്ചി. നീലിമ ആരാണ് എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞു. അതിന്റെ കൂടെ തന്നെ നമ്മുടെ സച്ചിയുടെ അച്ഛന്റെ 50 ലക്ഷം രൂപ മുക്കിയ നീലിമേനെ പിടിക്കാതെ ഇരിക്കുവോ സച്ചി? പോയി അവിടേക്ക് ചെല്ലുന്ന ഒരു സീനാണ് നമ്മൾ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. പോയി സച്ചി ഒരു ഇരുത്തം അങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആ ഇരിപ്പിൽ കണ്ടപ്പോ തന്നെ നമ്മുടെ നീലിമയുടെ നിലയും ഇതൊക്കെ തെറ്റി കേട്ടോ. കാരണം ഒരു ആള് വന്ന് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ കയറി ഇരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ വന്നത്? ഓട്ടം വിളിക്കാനല്ല. ഓട്ടം ഞാൻ വിളിച്ചിട്ടില്ല, കാറ് വേണ്ടെന്ന് പറഞ്ഞല്ലോ എനിക്ക്, നിങ്ങൾ ഇറങ്ങി പൊക്കൂടെ? എന്താ സച്ചി കാണിക്കുന്നത്? തോന്നിവാസം കാണിക്കുന്നത്. ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും കേട്ടോ എന്ന് പറയുമ്പം നീലിമ പറയാ പോലീസിന് അല്ല, സച്ചി പറയാ പോലീസിനെ വിളിക്കുക, അല്ലെങ്കിലും പോലീസ് തന്നെ വരണം, പോലീസിനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരണം എന്നാ നീലിമ വിചാരിച്ചത്. നീലിമയെന്നോ? ഇത്രയും ദിവസം നിങ്ങൾ എന്നെ വിളിച്ചത് മേഡം മേഡം എന്നല്ലേ? എന്നിട്ട് ഇപ്പൊ നീലിമ ആയത് എങ്ങനെയാ? നീലിമ ആയത് എങ്ങനെയാന്നൊക്കെ ഞാൻ പറയാം. നിങ്ങൾ ഏത് ആണെന്നും നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് കാനഡയിലേക്ക് പോയതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ സച്ചി ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോ സച്ചി എന്തൊക്കെ പ്രാന്താ വിളിച്ച് പറയുന്നത്. സച്ചി ഇവിടുന്ന് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഒരു പെൺകുട്ടി താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കടന്നു എന്നും പറഞ്ഞ് ഞാൻ പോലീസിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ കുടുങ്ങും, അതിനു മുമ്പ് ഇവിടുന്ന് പോകാനാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഇല്ല, ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞിട്ടും മേടിക്കാൻ വന്നൊക്കെ മേടിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് നമ്മുടെ സച്ചി. ഓഹോ, അപ്പം താൻ മേടിച്ചിട്ടേ പോകത്തുള്ളൂ? അപ്പൊ പോലീസിന്റെ കയ്യിൽ നിന്ന് താൻ മേടിക്കുമല്ലേ? പോലീസിന്റെ കയ്യിൽ നിന്നല്ല, നിന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ മേടിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. ആദ്യം നീലിമ ഓർത്ത് ഇനിയിപ്പോ 50 ലക്ഷം ചോദിക്കാൻ വന്നവല്ല എന്താ പറയാ തട്ടിപ്പുകാരും വല്ലതും ആയിരിക്കുന്ന. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അതിവ്യക്തമായിട്ട് പറഞ്ഞു, നിനക്ക് സുധീനെ അറിയുമെന്ന് ചോദിച്ചു. നിനക്ക് നമ്മുടെ രവീന്ദ്രന്റെ മകൻ സുധീനെ അറിയുവോ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സുധീനെ എനിക്കറിയാം. അല്ല, സുധീനെ അങ്ങനെ സച്ചിക്ക് അറിയാം? സുധിയും സച്ചിയും തമ്മിലുള്ള ബന്ധം, ഞാനും സുധിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്ക് അറിയണോ നീലിമ? ഞാനേ സുധിയുടെ ബ്ലഡാണ്, ഞങ്ങൾ ഒരു ബ്ലഡാണ്, എൻ്റെ ബ്രദറാണ് സുധീന്ന്. ഇത് കേട്ടത് നമ്മുടെ നീലിമ ഒന്ന് ഞെട്ടി കേട്ടോ. നീലിമ എന്നിട്ട് പറഞ്ഞ അത് കഴിഞ്ഞു പോയ കേസുകളൊക്കെയാ, ഇപ്പൊ എന്തിനാ അതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് സച്ചി വന്നത്? സച്ചി അവന്റെ ഏട്ടനാണോ അനിയനാണോ എന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും സച്ചിനെ ഞാൻ ഒരു സ്ഥലത്തും ഓട്ടം വിളിക്കത്തില്ലായിരുന്നു, ഇത്രയും ഓട്ടം നിനക്ക് കിട്ടത്തില്ലായിരുന്നു പറയുമ്പോ എന്നെ ഓട്ടം വിളിച്ചതൊന്നും അല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ കാര്യം. നീ അന്ന് 50 ലക്ഷം രൂപ എടുത്തോണ്ട് മുങ്ങിയില്ല, അത് ആരുണ്ടാക്കിയ പൈസയാണെന്ന് നിനക്കറിയാമോ? ആരുടെ കഷ്ടപ്പാടിന്റെ, ആരുടെ വേർപ്പിന്റെ, അധ്വാനത്തിന്റെ ഫലമാണെന്ന് നിനക്കറിയാമോ? എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണെന്ന് പറഞ്ഞപ്പോ നിന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണെങ്കിൽ ഞാനിപ്പോ എന്താ സച്ചി ചെയ്യേണ്ടത്? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? ആ പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. 50 ലക്ഷം രൂപ ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഞാൻ പോലീസിനെ ഇപ്പൊ ഇവിടെ വിളിച്ചു വരുത്തുന്നു. ആരാ പോലീസിനെ വിളിച്ചു വരുത്തുന്നെന്ന് കാണാടിന്ന്. അപ്പോഴത്തേക്ക് നീലിമ ഒരൊറ്റ ചിരി ചിരിച്ചിട്ട് ഒരട്ടഹാസമൊക്കെ ആയിട്ട് നിന്നിട്ട് നീലിമ പറഞ്ഞു, പോലീസിനെ വിളിച്ചാൽ എനിക്ക് ഒരു ചുക്കും ഇല്ല, ഒരു ചുണ്ണാമ്പും ഇല്ല. പോലീസിനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും സച്ചി ആദ്യം പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ലേലും ഞാൻ വിളിക്കാൻ പോകുവാടി. പോലീസിനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ സച്ചിനെ ആയിരിക്കും ഇവിടുന്ന് തൂക്കിയെടുത്തോണ്ട് പോകാൻ പോകുന്നത്. പിന്നെ എന്നെ അല്ല, നിന്നെയാ തൂക്കിയെടുത്തോണ്ട് പോകുന്നത്. എന്റെ അച്ഛന്റെ 50 ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ നീ? അതിന് ഞാനല്ലല്ലോ നിന്റെ അച്ഛന്റെ 50 ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്, നിന്റെ മന്ദബുദ്ധിയായ നിന്റെ ചേട്ടനല്ലേ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. എന്നിട്ടേ ആ 50 ലക്ഷം രൂപ ഞാൻ കൊടുക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോ സച്ചി 50 ലക്ഷം രൂപ കൊടുത്തെന്നോ? ആർക്ക്? സുധിക്കോ? വെറുതെ നുണ പറയരുത് നീ. നുണ പറയുന്നൊന്നും അല്ല സച്ചി, ഞാനേ ഇത്രയും നേരം മാന്യതയുടെ ഭാഷയല്ല സംസാരിച്ചത്. ഞാൻ ആ 50 ലക്ഷം രൂപ പോരാഞ്ഞിട്ട് അതിന്റെ പലിശയായിട്ടൊരു 3 ലക്ഷം രൂപയും കൂടെ ഞാൻ കൊടുത്തായിരുന്നു. നഷ്ടപരിഹാരമോ പലിശയോ എന്തോ ആയിക്കോട്ടെ, ഒരു 3 ലക്ഷം രൂപയും കൂടെ ഞാൻ അവന്റെ കയ്യില് ഏൽപ്പിച്ചത് വെറുതെ അല്ല, പോലീസിന്റെയും വക്കീലിന്റെയും മുമ്പിൽ വെച്ച ഒപ്പിട്ട പേപ്പർ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. താൻ ഏത് പോലീസിനെ വിളിച്ചാലും അത് കാണിച്ചു കഴിഞ്ഞാലേ എന്നെയല്ല തന്നെ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ സത്യമാണോ ഈ പറയുന്നത്? 50 ലക്ഷം രൂപ അപ്പൊ എന്റെ ഏട്ടൻ കൈപ്പറ്റിയോ? നിന്റെ ഏട്ടൻ സുധിയാണോ? എങ്കിൽ ആ 50 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട്, അതിന് തെളിവുകളും ഉണ്ട്. നിന്റെ ചേട്ടന്റെ ഭാര്യ ഉണ്ടല്ലോ ശ്രുതി, അവൾ ആരാണെന്ന് നിനക്കറിയാമോ? അവളെപ്പോലെ ഒരു പെരും കളി ഈ ലോകത്തിലില്ല. നിന്റെ ചേട്ടന്
പറ്റിയ കൂട്ട് തന്നെയാ കിട്ടിയിരിക്കുന്നത്. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന പോലെ അവളും അവനും കൂടെ ചേർന്നിട്ടുണ്ടല്ലോ ഈ ലോകം മുട്ടിപ്പിക്കും. അതുപോലെ ഒരു സാധനത്തിനാ നിന്റെ ചേട്ടൻ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. നിന്റെ വീട്ടിലായിരിക്കുമല്ലോ ശ്രുതി. അവള് വിഷവാ, പേരും കള്ളി. അവള് എങ്ങനെയാണെന്നറിയാമോ എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെടുക്കാൻ നോക്കിയത്? ഡ്രാമ കളിച്ച് അവൾ എന്നെ വെട്ടിലാക്കി. അവൾ ഒരു ദിവസം എന്നെ വിളിച്ചു വരുത്തി ബ്യൂട്ടി പാർലറിൽ കയറ്റി എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചവളാ. അവള് നീ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല സച്ചി. അവള് പേരും കള്ളിയാണ്. അവള് മലേഷ്യക്കാരിയൊക്കെ ആയിരിക്കാം, പക്ഷെ അവളുടെ കയ്യിലില്ലാത്ത കള്ളത്തരങ്ങളും അവള് പഠിക്കാത്ത വിദ്യകളും ഒന്നുമില്ല. നീ അവളെയാ സൂക്ഷിക്കേണ്ടത്. അവളെ എന്റെ ഇന്ന് 3 ലക്ഷം രൂപയും കൂടി പറഞ്ഞ് അങ്ങനെ ഞാൻ 53 ലക്ഷം രൂപ എണ്ണി കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ വെച്ച്. സാക്ഷികളും ഉണ്ട്. എന്താ ഇനി ഞാൻ പറയുന്നത് കള്ളമാണെന്ന് സച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം, അല്ല ഇത് സത്യമാണെങ്കിൽ ശ്രുതിയും കൂടി ചേർന്ന് ഒരു കുടുംബത്തെ മുഴുവനും പറ്റിച്ചിരിക്കുന്നത്. ആ 50 ലക്ഷം രൂപ ഇപ്പോഴും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അച്ഛൻ ഇപ്പോഴും കൊടുക്കാൻ കിടക്കുക 50 ലക്ഷം രൂപ. അതുകൊണ്ട് ദയവ് ചെയ്ത് നീലിമേ, ഞാൻ ഇത്രയും പറഞ്ഞതിനൊക്കെ എന്നോട് ക്ഷമിച്ചേരെ. ഞാൻ അറിയാതെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്, എന്നോട് ക്ഷമിക്കുക. എന്നിട്ട് എന്റെ കൂടെ വീട് വരെ ഒന്ന് വരണം. ആ കള്ളനെ കൈയോടെ പൊക്കണമെങ്കിൽ തെളിവ് വേണം. അപ്പൊ എന്റെ കൂടെ വീട് വരെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീലു പറഞ്ഞു, ഞാനെന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാം, അവിടെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, വക്കീലിനെ വെച്ച് തീർപ്പാക്കിയ കാര്യമാണ്. പിന്നെ അവന്റെ ഭാര്യ ഉണ്ടല്ലോ അവിടെ എന്ന് പറഞ്ഞപ്പോ എല്ലാത്തിനെയും കൈയോടെ പൊക്കണമെങ്കിൽ നീലിമ വീട്ടിൽ വരണം. നീലിമ എന്റെ കൂടെ ഒന്ന് വരണം, സഹായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നീലിമയും എന്ത് വിചാരിച്ചു, എന്നാ പിന്നെ പാവല്ലേ എന്നാ പോയേക്കാം എന്ന് വിചാരിച്ച് നമ്മുടെ നീലിമയും കൂടെ ചെല്ലുന്നുണ്ട് കേട്ടോ. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്ക് മനസ്സിലായല്ലോ നീലിമ ആരാണെന്ന്. അപ്പം സച്ചി അങ്ങോട്ടേക്കോ പോയേക്കുന്നത്. എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മുടെ ലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇനിയിപ്പോ എവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാൻ ഏതായാലും അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. അവള് പേരും കള്ളിയാണല്ലോ, ഏതായാലും കിട്ടിയില്ലോ. പാവം അച്ഛന്റെ 50 ലക്ഷം രൂപ വെള്ളത്തിൽ പോയിന്ന് ഓർത്തിരുന്നതായിരുന്നു. ഇനിയിപ്പോ കിട്ടിയില്ലോ, പ്രശ്നമൊന്നും ഇല്ലല്ലോ, സമാധാനമായി, ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ രേവതി അങ്ങനെ നമ്മുടെ ചന്ദ്രോദയത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ രേവതി ചന്ദ്രോദയത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ചന്ദ്ര ഇരിപ്പുണ്ട്. രേവതിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചൊറിയാതൊരു രക്ഷയില്ലോ. അങ്ങനെ ചന്ദ്ര ചോദിച്ചു, നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കുമായിരുന്നെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പോയായിരുന്നു. ഓ, നിന്റെ അമ്മയുടെ അടുത്ത് പോയതായിരിക്കൂലേ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിളമ്പാനായിട്ട്. നിന്റെ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു കാണൂലേ, എന്റെ സ്തുതി മന്ദബുദ്ധിയാണ്, അവൻ കൊണ്ടുപോയി 30 ലക്ഷം രൂപ തൊലച്ചു, ആനയാണ് ചേനയാണ് എന്നൊക്കെ നീ ചെന്ന് പറഞ്ഞില്ലേടി? നാണം ഉണ്ടോടി നിനക്ക്? ഇവിടെ കിട്ടുന്നതല്ല അതേപടി അപ്പറേ കൊണ്ട് കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞപ്പം അത് പിന്നെ അമ്മ വേണ്ടാത്തൊന്നും പറയില്ല, ഞാനൊന്നും ആ കാര്യമൊന്നും പറയാൻ പോയതില്ല, ഞാൻ ആ കാര്യമൊന്നും പറഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ പറയാത്തൊരു ശീലാവധി വന്നിരിക്കുന്നു. നീ ഈ വക കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറയുന്ന എനിക്കറിയാടി. നീ ഇവിടെയുള്ള എന്റെ മരുമക്കളെ കണ്ട് പഠിക്കടി. അവര് രണ്ടുപേരും നല്ല സ്റ്റാൻഡേർഡ് ഉള്ളവരാ. അവരെ പണമുള്ള വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ആ ഒരു സ്റ്റാറ്റസും സ്റ്റാൻഡേർഡും ഒക്കെ അവർക്കുണ്ടടി. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യം ഇവിടെ തന്നെ ഒതുക്കി തീർക്കും. അവര് പോയി പറയുകയോ എടുക്കുകയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അതെനിക്കറിയാം, സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ അക്കിടി പറ്റിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ശ്രുതിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് അപ്പം പറഞ്ഞു, ഓഹോ, നീ അപ്പൊ എന്റെ മരുമോളെയും എന്റെ മോനെയും കളിയാക്കുവാണല്ലേ? കൊള്ളാം, നീ കളിയാക്കടി. നീ നിന്റെ കെട്ടിയോന് നിന്റെ കൂടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നീ ഇതുപോലെ കിടന്ന് നെഗളിക്കരുത്. പണ്ടൊക്കെ നിന്റെ കെട്ടിയോന് എങ്ങനെയായിരുന്നടി? നിന്നിട്ട് തല്ലുകയും നിന്നോട് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളല്ലായിരുന്നോ? അവന്റെ സ്വഭാവം ഇനി എപ്പോ വേണമെങ്കിലും മാറാം. അവൻ ഒരു പെഗ് അടിച്ചുകൊണ്ട് വന്നാൽ തന്നെ അവൻ പണ്ടത്തെ സ്വഭാവത്തിലേക്ക് പോവുള്ളൂ. നീ കൂടുതൽ അഹങ്കരിക്കല്ലടി എന്ന് പറഞ്ഞുകൊണ്ട് അതും ഇതുമൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. നമ്മുടെ രേവതിനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. രേവതി കുറെയൊക്കെ കേട്ടു എന്നൊക്കെ നടിച്ച് പകുതിയും അങ്ങോട്ട് വിടുന്നുണ്ട്, കേസ് വിട്ട് കളയുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ 30 ലക്ഷം രൂപ പോയതിന്റെ സങ്കടവും പ്രശ്നവും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ശ്രുതിയും. ആകപ്പാടെ മൊത്തം അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. 30 ലക്ഷം പോയല്ലോ, ഇനിയിപ്പോ എവിടെ പോയി പരാതി കൊടുക്കണം? പോലീസിൽ പരാതി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ കിട്ടുമെന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ ശ്രുതിയും എന്താ പോയ അണ്ണാനെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും ഈ സമയത്താണ് സച്ചി കയറി വരുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിക്ക് കാര്യങ്ങളും വിവരങ്ങളും എല്ലാം മനസ്സിലായിട്ട് അവിടെ നിന്ന് നമ്മുടെ സച്ചി വരിക. സച്ചി രേവതി അച്ഛാ അമ്മേ എന്നൊക്കെ വിളിച്ചോണ്ട്, അമ്മയെന്ന് വിളിക്കുന്നില്ലെന്ന് തോന്നുന്നു, അച്ഛാന്നൊക്കെ വിളിച്ചോണ്ടാ വരുന്നത്. അപ്പൊ ആ ഒരു വിളി തന്നെ എന്തൊക്കെയോ ഉണ്ടെന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലായി. അപ്പൊ രേവതിക്ക് അറിയാലോ നീലിമ ആരാണെന്ന് അറിയാൻ വേണ്ടി നീലിമയുടെ 50 ലക്ഷം രൂപ തട്ടിയെടുത്തത് അത് ഒന്ന് കണ്ടുപിടിക്കാനും നീലിമയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം മേടിക്കാനൊക്കെ പോയതാണ് സച്ചി. അപ്പൊ തിരിച്ച് സച്ചി വരുന്നത് എന്തെങ്കിലും വലിയൊരു യുദ്ധപ്പുറപ്പാടുമായിട്ടാണെന്ന് അറിയാം കേട്ടോ. അപ്പൊ ഏതായാലും നമ്മുടെ സച്ചി കയറി വന്ന് എല്ലാവരും വരട്ടെ, ശ്രുതി എന്തിയെ, വർഷ എന്തിയെ, ശ്രീകാന്ത് എന്തിയെ എന്നും പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരും. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ചന്ദ്ര ഇവൻ എന്തിന്റെ ഭ്രാന്തായത്, അവന് സൂക്കേട് തുടങ്ങിയിട്ടുണ്ട്, നിനക്ക് എന്താടാ, ഇവൻ കുടിച്ചിട്ടുണ്ടായിരിക്കും, എങ്ങനെയാ കുടിക്കാതിരിക്കുന്നത്, കെട്ടിയോള് സമാധാനം കൊടുക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും
നമ്മുടെ സച്ചി പറഞ്ഞു, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങൾ ഇവിടെ? നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, നിങ്ങൾ ഒറ്റ ഒരുത്തി തന്നെ ഇതിനെല്ലാത്തിനും കാരണം എന്നിങ്ങനെ പറയാം. ഏതായാലും നമ്മുടെ സുധിയും ശ്രുതിയും ഒക്കെ ആ സമയം ഇറങ്ങി വന്നു. വർഷയും ശ്രീകാന്തും ഒക്കെ വന്നു. അപ്പോഴത്തേക്കും എന്താ എന്താ എന്നൊക്കെ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നീയാടാ വരേണ്ടത്, നിന്നെയാടാ ഇവിടെ ആവശ്യം, നിന്നെ തന്നെയാടാ എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നീലിമയും കൂടെ കയറി വരുന്നുണ്ട് കേട്ടോ. പിന്നെ പറയാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് കുറെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മിക്കവാറും നാളെ കാണിക്കുമെന്ന് അറിയില്ല. ചിലപ്പം നാളത്തെ മറ്റന്നാളായിരിക്കും കാണിക്കുന്നത്. നമ്മുടെ നീലിമ അവിടെ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. എല്ലാവരും ആ സത്യം കേൾക്കുമ്പോൾ വല്ലാതെ അതിശയിച്ചു പോകുവാണ്. അറിയാലോ, ഈ 50 ലക്ഷം രൂപ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഷോറൂം ഇട്ടിരിക്കുന്നത്. ഏതായാലും ഇതോടുകൂടി കള്ളത്തരം പൊളിയും. കാരണം ശ്രുതിയും കൂടെയാണല്ലോ 50 ലക്ഷം രൂപ എന്റെ അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതായാലും ചന്ദ്രയ്ക്ക് എന്ത് പറ്റും? ശ്രുതിയോട് ദേഷ്യം കൂടും. ഈ 50 ലക്ഷം രൂപയുടെ ഒക്കെ ഉടമ നമ്മുടെ ശ്രുതിയാണ്, മലേഷ്യയിലെ അച്ഛൻ ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ്, എന്റെ മകള് വലിയ എന്തോ സംഭവമാണ്, മലേഷ്യയിലെ രാജകുമാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചന്ദ്ര എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുക. ചന്ദ്രയെ ഓർത്തിരിക്കുന്നത് ആ 50 ലക്ഷം രൂപ ശ്രുതിയുടെ അച്ഛൻ കൊടുത്താന്നാ. അത് നീലിമ കൊടുത്ത പൈസയാണ് ഈ ഇട്ട് മറിക്കുകയും തിരിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. അത് ഏതായാലും മനസ്സിലാക്കാൻ പോവുകയാണ്. ആ സത്യം ഏതായാലും നാളെ അറിയാൻ പോവുകയാണ്. പൊട്ടുക കാരണം തീർത്ത് നമ്മുടെ ശ്രുതിക്ക് ഒരൊറ്റ പൊട്ടിയിട്ട് ചന്ദ്ര കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ എന്തിനാടീ പിന്നെ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ പൈസയാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കാരണം തീർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. പിന്നെ നീ എന്താടി ഉദ്ദേശിച്ചത്? നിന്റെ ഉദ്ദേശം എന്തായിരുന്നടി? നീ നിന്റെ അച്ഛൻ അതയച്ചു തരുന്നു, നിന്റെ അച്ഛൻ ഇതയച്ചു തരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നാളും അപ്പൊ പറ്റിക്കുമായിരുന്നല്ലേ? നിന്റെ ഇളയച്ഛന് എന്നാടി പറ്റി? നിന്റെ ഇളയച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടി അന്നും പറഞ്ഞപ്പോ നീ ഇവിടെ കിടന്ന് അപ്പ വെച്ച് ഇതിനൊക്കെ ആയിരുന്നല്ലേടി എന്ന് പറഞ്ഞ് എണ്ണി പിറക്കാണ് കേട്ടോ ചന്ദ്ര. ശ്രുതിയാണെ നിർത്താതെ കരയും. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അവളെ വഴക്ക് പറയല്ലേ അമ്മ, അവള് കാരണമല്ല. നീ നിന്റെ ഭാര്യനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്നോ, മാറിപ്പോളാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ നമ്മുടെ ശ്രുതിനെ വലിച്ചു നീക്കി എറിയുക. പുന്നാര മകനായിരുന്നല്ലോ. ഏതായാലും അവിടെ പുന്നാര മകനൊന്നും നോക്കുന്നൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അല്ല അമ്മയ്ക്ക് ഇത് തന്നെ വേണം, അമ്മയ്ക്ക് ഇത് തന്നെ വേണം. കാരണം അച്ഛാ അമ്മ ഒറ്റ ഒരുത്തിയാണ് ഇവന് വളം വെച്ചു കൊടുത്ത്, ഇവൻ പറയുന്ന നുണകൾക്ക് ശരി വെച്ചു കൊടുത്ത് ഇവനൊരു വലിയൊരു നുണയനാക്കി മാറ്റാറുണ്ട്. പറ്റിയ കെട്ടിയോളാണല്ലോ കൂട്ട് കിട്ടിയിരിക്കുന്നത്, പറ്റിയ കെട്ടിയോള് തന്നെ. അവള് പറയുന്നത് കേട്ടില്ലേ? ഇവളെ ബ്യൂട്ടി പാർലറിൽ ഇവളെ വിളിച്ചു വരുത്തിയിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? ബ്ലാക്ക് മെയിൽ ചെയ്തു പൈസ തട്ടാൻ വേണ്ടി ശ്രമിച്ചു. ലാസ്റ്റ് പോലീസും കേസും വന്നപ്പോഴാണ് കാര്യത്തിന് ഒരു ഒത്തുതീർപ്പായത്. ഇവളെല്ലാം പറഞ്ഞു. അപ്പൊ നീലിമ ഇതൊക്കെ കേട്ട് നീലിമ ഇതെല്ലാം പറയുന്നുണ്ട് കേട്ടോ. നീലിമ പറയുന്നുണ്ട്, ഈ വീട്ടിലെ ഏറ്റവും പെരുങ്കള്ളി എന്ന് പറയുന്നത് ഇവള് തന്നെയാണ്, ശ്രുതി തന്നെയാണ്. ഇവൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഇവളന്ന് പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ കാണിച്ചതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ പറയാ, ആകപ്പാടെ അബ്ബ വെച്ചുകൊണ്ട് നിൽക്കാനല്ലാതെ നമ്മുടെ ശ്രുതിക്ക് വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും വർഷം, എങ്കിലും ഇത്രയും കള്ളത്തരമൊക്കെ നിങ്ങൾ കാണിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അയ്യോ, ഇത്രയും കള്ളത്തരം കാണിച്ചിട്ടാണോ ശ്രുതി ചേച്ചിയുടെ അച്ഛൻ പൈസ കൊടുത്താന്ന് പറഞ്ഞത്? അത് പിന്നെ ഞാൻ അതും കൊണ്ടല്ല, അച്ഛൻ പൈസ കൊടുത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആ സമയത്ത് ഷോറൂം മേടിക്കാനോ ഇങ്ങനെ ഒരു ബിസിനസ്സുകാരനാകാനോ എന്റെ ശ്രുതിക്ക് പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു കള്ളത്തരം കാണിച്ചത് നല്ലതിനു വേണ്ടിയല്ലേ? ഉറപ്പായിട്ട് ഈ ബിസിനസ് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഉറപ്പായിട്ടും അച്ഛന് 50 ലക്ഷം രൂപ കൊടുത്ത് തീർക്കണം എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഇതേ മൂട്ടാന്യായവും പറഞ്ഞുകൊണ്ട് വന്നാൽ മൂട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ തുടങ്ങുന്നുണ്ട്. ഏതായാലും നമ്മുടെ ശ്രുതി പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഓരോ കള്ളത്തരങ്ങളായി പതിയെ ശ്രുതിയുടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ കള്ളത്തരം അടിപൊളി സീനുകളൊക്കെയാണ്. വെയിറ്റ് ചെയ്തിരുന്ന് കാണുക കേട്ടോ. അപ്പൊ നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരാൻ മറക്കരുത്. രാവിലെ ഒരു 8 മണിയോടും 8:30യോടും ഒക്കെ കൂടി നമ്മൾ ഫുൾ വിശേഷം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് നാളത്തെ വിശേഷം ഇട്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ റിയൽ സ്റ്റോറിയിൽ ഒന്ന് പോയി നോക്കിയാൽ മതി, അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ഹൈപ്പ് അടിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.